Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Yeah, good afternoon. Okay, start here നമുക്ക്. Okay, let's start today's class with prayer. Who is going to sing? മാളവികയോ അമ്പിളിയോ പ്രയർ ചെയ്യാവോ? ചെയ്യാം. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻപാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങും. വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ നേരിന്റെ പാത നയിക്കേണമേ നീ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻപാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. Okay, Malavika. Then thought of the day or signing. Thought of the day ഞാനാണ്. Smile, because your sadness is not going to change the world. Gibran. Then signing എന്താ ചെയ്യാ? മേരി മാർഗരറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. ആളിന് absent ആണ്. Okay. So, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? How are you all? ഫൈൻ. മാം. Fine. Okay. Hi, ma'am. And ma'am, how are you? സുഖല്ലേ? ഇല്ല, സുഖം. Always good. Okay. ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണോ? അതെല്ലോ. Okay, okay, thank you. കുറച്ചൊരു ആക്റ്റീവ് ആണോ ക്ലാസ്സിൽ നിങ്ങള്? ഈ ക്ലാസ്സിൽ മാത്രമാണോ? എങ്കിൽ പൊതുവെ ഇങ്ങനെയാണോ? ആക്റ്റീവ് ആണ് എല്ലാരും. എല്ലാ ക്ലാസ്സിലും ആക്റ്റീവ് ആണ്. അതെ. Okay, yeah. Very good. അപ്പൊ അങ്ങനല്ല പറയാൻ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. പോവാം. ഓക്കെ, നമ്മള് നൗൺ ആണ് കംപ്ലീറ്റ് ചെയ്ത പോർഷൻ. നൗൺ ആണ് അല്ലെ? നൗൺ ആൻഡ് പ്രോണൗൺ ആണ് ചാപ്റ്റർ നീ അല്ലെ? ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോണൗൺ ആണ്. അതിൽ നൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഉള്ളത് പ്രോണൗൺ ആണ്. അപ്പൊ എന്താണ് പ്രോണൗൺ? പ്രോണൗൺ is a word that used instead of a noun. നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കേട്ടോ പറയാ. മലയാളത്തിൽ എന്താണ്? സർവനാമം എന്നാണ് പറയുന്നത്. നാമം, സർവനാമം എന്ന അന്തമാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു പേരുണ്ട് അല്ലെ? എന്നെ വേണ്ട, വേറെ ആയിട്ട് പറയാം. ഒരു പെൺകുട്ടി പേരെന്ത് കൊടുക്കാം നമുക്ക്? ഒരു പേര് പറയും. മീര. മീര എന്നൊരു പെൺകുട്ടി അല്ലെ? നമ്മള് മീരയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ മീരയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. മീര പറയൂ, കേക്കട്ടെ. ഒരു 3-4 ലൈൻ പറയും മീരയെ കുറിച്ച്. മീര is a girl. Mira is a girl, okay. Yeah. Then മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളം പറയും. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവളാണോ? മീരയല്ലേ? മീരയെ കാണാൻ.
ഇനി ഒരു ലൈനാണോ? ഒന്നോ രണ്ടോ പറയൂ. മീരയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മീര നല്ല ബുദ്ധിമതിയാണ്. മീര ഇസ് മൈ ഡോട്ടർ. എന്റെ മോളുടെ പേരാ മീര. ആണോ? അപ്പൊ ഒരുപാട് പറയാനുണ്ടോ മീരയെ കുറിച്ച്? മീര എന്റെ ഫ്രണ്ടാണ്. ഓക്കെ. മീരയ്ക്ക് ഒരു സഹോദരനുണ്ട്. മീരയ്ക്ക് ഒരു സഹോദരനുണ്ട്. നിങ്ങൾക്ക് ഫുൾ ടൈം മീര മീര എന്ന് പറഞ്ഞൊന്നും തോന്നുന്നില്ലേ? അതുകൊണ്ടല്ലേ അതിന് അവൾക്കെന്നൊക്കെ പറഞ്ഞേ. അതുകൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടിയാണല്ലേ അവളെന്ന് പറഞ്ഞേ അല്ലേ? അതെ അതെ, അതാണ് എന്റെ മോളുടെ പേര് മീര കൃഷ്ണ. എന്തോ മീര കേട്ടില്ല. മീര കൃഷ്ണ എന്നാ എന്റെ മോളുടെ പേര്. ആണോ? മീരാകൃഷ്ണൻ. ഓക്കെ, ഞാൻ പറഞ്ഞോ. ഓക്കെ ഓക്കെ, താങ്ക് യു. മീരയ്ക്ക് പകരം നമ്മള് അവളെന്ന് പറഞ്ഞു. എന്താണ് മീര എന്ന് എപ്പോഴും പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യം ഒന്ന് സിമ്പിൾ ആക്കി അവളെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ? അപ്പൊ അതെ. മീര എന്ന് പറയുന്നത് നൗണും അവളെന്ന് പറയുന്നത് എന്താണ്? അപ്പോ പ്രോനൗൺ. മനസ്സിലായോ? എന്താണ് പ്രോണൗൺ എന്ന് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് പ്രോണൗൺ. പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു പേരിന് പകരം നമ്മള് സിമ്പിൾ ആയിട്ട് പേര് അധികം റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രോണൗൺ. അതിപ്പോ മീര എന്ന് പറയുമ്പോ അത് പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ അവൾ എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ ആണാണെങ്കിൽ നമ്മൾ അവൻ എന്ന് പറയും അല്ലെ? ഒരുപാട് പേരാണെങ്കിലോ അവർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? പ്രോണൗൺ ആണ്. മനസ്സിലായോ? അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നു. ഇതാണ് പ്രോണൗൺ. ക്ലിയർ? ക്ലിയർ മാം. ക്ലിയർ ആയി. അപ്പോ ഇനി പ്രോണൗൺ തന്നെ ഒരു 9 ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ഉണ്ട്. അതായത് 9 ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രൊനൗൺ, എംഫാറ്റിക് പ്രൊനൗൺ, റിഫ്ലെക്സീവ് പ്രൊനൗൺ, ഇൻഡിഫിനൈറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, റിലേറ്റീവ്, റെസിപ്രോക്കൽ പ്രൊനൗൺ. Okay, these are 9 kinds of pronouns. Okay, clear? അപ്പൊ എന്താണ് പ്രോണൗൺ എന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ 9 types of pronouns ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിന് ഓരോന്നിനെ നമുക്ക് പേഴ്സണൽ പ്രൊനൗൺ എന്താണ്? എന്താണ് പേഴ്സണൽ പ്രൊനൗൺ? പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് പേഴ്സണൽ പ്രൊനൗൺ. അങ്ങനെയാണോ? അതായത് ഇപ്പോ ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊനൗൺ ആണ്. അതെ മാം. മീ മീ ഞാൻ എന്ന് പറയുന്നത് ഐ. ഞാൻ എന്ന് പറയുമ്പോ നീ ആണോ? ഐ. ഐ ഒരു പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഇനി ഞാനെന്ന് പറയുന്നത് നമ്മള് ഞങ്ങൾ എന്ന് പറയാറുണ്ട്. ഞങ്ങൾ, വി. ഞങ്ങൾ അല്ലെ? അപ്പൊ ഇതെല്ലാം എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണെന്ന് പറയാം നമുക്ക് അല്ലെ? ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോ ഞാൻ യൂസ് ചെയ്ത് എന്തൊക്കെയാണ് ഇവിടെ? ഞാനെന്ന് യൂസ് ചെയ്ത് നിങ്ങളെന്ന് യൂസ് ചെയ്തു. ഈ നിങ്ങൾ എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ? അപ്പോ ഒരു കാര്യം സംസാരിക്കുമ്പോ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഉണ്ടാകാം, സെക്കൻഡ് പേഴ്സൺ വരും, തേർഡ് പേഴ്സണും വരും. വരാറില്ലേ? അപ്പൊ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനും ഞങ്ങളും പറയുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐ ആൻഡ് വി എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐ ആൻഡ് വി, ഞാൻ, ഞങ്ങൾ. അത് ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ ഈ നിങ്ങള് സെക്കൻഡ് പേഴ്സൺ ആയി. ഓക്കെ, നമ്മ രണ്ടുപേരും കൂടി ചേർന്ന് ആരെ കുറിച്ച് പറയും? അവനെ കുറിച്ചോ അവളെ കുറിച്ചോ പറയും. ഈ അവൻ അവള് അതൊക്കെ എന്തായി? തേർഡ് പേഴ്സൺ ആയി. കിട്ടിയോ?
I and we first person, you second person, she, he, it, they, our. ഇതൊക്കെ തേർഡ് പേഴ്സൺ ആണ്. സോ ഇതെല്ലാം എന്താണ്? പേഴ്സൺ ആണ്. അല്ലെ, വ്യക്തിയെ കുറിച്ച് പറയുന്നതാണ്. സോ these are personal pronouns. Okay, clear? Yes. Clear ആയോ? എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ടോ? അതായത് എന്താണ് പേഴ്സണൽ പ്രോണൗൺ? പേഴ്സണൽ പ്രോണൗൺ ഏതൊക്കെയാണെന്ന് മാത്രം എഴുതിയാൽ മതി. എന്താണെന്ന് അറിയണമെന്നില്ല. പേഴ്സണൽ പ്രോണൗൺസ് ഏതൊക്കെയാണ്, അതിന്റെ കീവേഡ്സ് ഏതൊക്കെയാണ് എഴുതാൻ മാത്രം മതി. കീവേഡ്സ് ആണ് ഇവിടെ എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ കീവേഡ്സ് മാത്രം എഴുതാം. പേഴ്സണൽ പ്രോണൗൺ ഹെഡിങ് കൊടുത്തിട്ട് കീവേഡ്സ് ഏതൊക്കെയാണ്? ഐ, വി, I, he, you, she, he, it, they. ഇതൊക്കെയാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഇത് മാത്രല്ല കേട്ടോ, പറഞ്ഞുതരാവേ. ഇതില് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയേ, ഫസ്റ്റ് പേഴ്സൺ കണ്ടോ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോ ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐന്റെ പ്ലൂറലാണ് വി. അല്ലെ, ഞാനും ഞങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരാം. ഞങ്ങള് ഒരു കാര്യം പറയാറുണ്ട്, ഞാനും ഒരു കാര്യം പറയാറുണ്ട്. അല്ലെ, ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺസ് ആണ്. ഇനി ഇതെല്ലാം ഒബ്ജക്റ്റ് ആയിട്ട് വരും. നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഐ ആം എ ടീച്ചർ, ഞാൻ ടീച്ചർ ആണ്. ഐ എവിടെയാ വന്നേ? സബ്ജക്റ്റ് ആയിട്ടാണോ വന്നേ? അല്ലേ? ഐ ആം ടീച്ചർ എന്ന് പറയുമ്പോ ഐ സബ്ജക്റ്റ് ആയിട്ട് വന്നോ? വന്നു. യെസ്. ഇനി ഞങ്ങൾ ആരാണ്? ഞങ്ങളെല്ലാവരും സ്റ്റുഡൻസ് ആണ്. വി ആർ സ്റ്റുഡൻസ്. അപ്പൊ ഞങ്ങൾ എവിടെയാ വന്നേ? ഈ വി എവിടെയാ വന്നേ? സബ്ജക്റ്റ് ആയിട്ട് വന്നു. അല്ലേ? അപ്പോ ഞാനിപ്പോ സെൻഡ് ചെയ്ത എല്ലാ വേർഡ്സും ഐ, വി, യു, ഷീ, ഹി, ഇറ്റ്, ദേ, ഇതെല്ലാം സബ്ജക്ട് വൈസ് വരുന്ന പ്രോണൗൺസ് ആണ്. സബ്ജക്റ്റ് ആയിട്ട് മാത്രമേ ഇവര് വരാറുള്ളൂ. ശരിയല്ലേ? ഒബ്ജക്റ്റ് ആയിട്ട് വരാറുണ്ടോ? ഇല്ല. മലയാളത്തിലാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വാക്ക് ഒബ്ജക്റ്റ് ആയിട്ട് വരാറുണ്ടോ? ഇല്ല. ഇതാണ്. അപ്പൊ ഇതെല്ലാം സബ്ജക്ട് പ്രോണൗൺ ആണ്. ഓക്കെ. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോണൗൺ ഉണ്ട്. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ് വരാം? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആളാണ് കേട്ടോ. ഓക്കെ, സ്വീകരിക്കുന്ന ആളിനെയാണോ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഞാൻ അവനെ തല്ലി, സ്വീകരിച്ച ആരാണ്? ഞാൻ അവനെ തല്ലി, തല്ലിയതാരാണ്? അപ്പൊ അത് സബ്ജക്റ്റ് ആണ്. തല്ലി കിട്ടിയത് ആർക്കാണ്? അവന്. അതെ. ഓക്കെ, സ്വീകരിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്, കൊടുക്കുന്ന ആള് സബ്ജക്റ്റും സ്വീകരിക്കുന്ന ആള് ഒബ്ജക്റ്റും ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ ഞാൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ എന്ത് വരും? എന്നെ എന്ന് വരും. എന്നെ ഇങ്ങനെ വരാം. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എങ്ങനെയാ പറയാ? ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ ലവ് മൈസെൽഫ് പറയാം, അല്ലെങ്കിൽ ഐ ലവ് മീ പറയാം. അല്ലേ? ഐ ലവ് മീ പറയാൻ പറ്റില്ല. മീ ഒബ്ജക്റ്റ് ആണ്. അതുപോലെ ഞങ്ങൾ, ഞങ്ങൾ വി ആണ്, സബ്ജക്റ്റ്. സബ്ജക്റ്റ് ആണ്. ഇത് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴോ അസ് എന്ന് പറയുമ്പോ മലയാളത്തിൽ വരും നമുക്ക്.
നമ്മുടെ ആർക്കറിയാം എന്റെ മാമ ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഫുള്ള് ഞങ്ങൾക്ക് ഫുള്ള് കയ്യിന്ന് പോയി. ഓക്കെ, ഞങ്ങളെ ഇത് കേട്ടോ, കേട്ടോ ഞങ്ങളെ. അവൻ ഞങ്ങളെ വിളിച്ചു, അവൻ ഞങ്ങളെ ക്ഷണിച്ചു എന്നെങ്ങനെ പറയാം? അവൻ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. he invite us. He invite us. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങളെ അല്ലേ വരാ? ഞങ്ങളെ ഒബ്ജക്റ്റും ആണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. പേഴ്സണൽ പ്രൊണൗൺ എന്തെങ്കിലും മനസ്സിലായില്ലേ? സബ്ജക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ വരുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സബ്ജക്റ്റും ഒബ്ജക്റ്റും പഠിക്കാം. ഐ എന്ന് പറയുന്നത് ഞാനാണ്, അത് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ എന്നെ ആയിട്ട് വരും. എന്നെ, ഐ മീ. ബി അസ് ആണ്, ഞങ്ങളെയാണ്. യു യു തന്നെയാണ്, നീയും നിന്റെയും നിങ്ങളെയൊക്കെ ഒന്ന് തന്നെയാണ്, യു തന്നെയാണ്. നിന്റെ വ്യത്യാസമുണ്ട്, യു യു തന്നെയാണ് കേട്ടോ. ഇനി അവൾ, അവളാണെങ്കിലോ, അവളെ എന്ത് വരും? സബ്ജക്റ്റ്. അവൾ സുന്ദരിയാണ്, എങ്ങനെ പറയാ? ഈസ് ബ്യൂട്ടിഫുൾ. ഷീസ് ബ്യൂട്ടിഫുൾ. ഞാൻ അവളെ തല്ലി, എങ്ങനെയാ പറയാ? I beated him. ഞാൻ അവളെ കണ്ടു എന്നാണെങ്കിലോ? I saw her. I am see her എന്നാണോ? ഐ സോഹറാണ്, കറക്റ്റ് ആണ്. ഞാൻ അവളെ കണ്ടു, ഐ സോഹർ. അത് കണ്ടു കഴിഞ്ഞല്ലോ, കണ്ടു കഴിഞ്ഞത് കൊണ്ട് സോ. ഫസ്റ്റ് ടെൻസ് പറയില്ല കേട്ടോ, അപ്പോ ഹെർ ആണ് നമ്മൾ യൂസ് ചെയ്ത. അവളെ, ഹെർ ആണ്. അവൾ, അവളെ. ഹെർ, അവൻ, ഹി, അവനെ, His. ഹിസ് ആണ്. Him. ദേ, അവർ, അവരെ. Them ആണ്. Okay. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവോ? നിനക്ക് മലയാളം അറിയോ? ഞാൻ പറഞ്ഞൊന്നൂടെ, എഴുതണോ? പറയൂ, എഴുതണോ? ആ മിസ് പറഞ്ഞു, ഇപ്പൊ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പൊ പറയുമ്പോ ഒന്നും എഴുതാം. ക്ലാസ് റൂമിൽ അങ്ങനെ ഇടാൻ പറ്റും മതി. ക്ലാസ് റൂമിൽ ഇടണോ? ചെറിയ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ഇടാനായിട്ട് ഇല്ലല്ലോ. എഴുതൂ, എല്ലാത്തിനും മീനിങ് എഴുതിയാൽ തന്നെ മനസ്സിലാവുന്നത്, പകുതി മനസ്സിലാവും. ഐ എന്താണ്? ഞാൻ. ഐ, ഐ ഞാൻ. ഐ ഞാൻ. മീ, വി ഞങ്ങൾ. വി അല്ലേ? മീ, മീ, മീ. എന്റെ. മീ, എന്റേതാണോ? എന്നെ. എനിക്ക്. എനിക്ക് അല്ല, എന്നെ. എന്നെ. ബി എഴുതാം, ബി. ബി ഞങ്ങൾ. അസ്, ഞങ്ങളെ. യു. നീ നിങ്ങളെല്ലാം എഴുതണം. നീ, നിങ്ങൾ, നിങ്ങളെ, ഇതൊക്കെ വരും കേട്ടോ, യു. അവൾ. ഹർ, അവളുടെ. അവളുടെ, അവളെ എന്നൊക്കെ വരും. ഹി, അവനെ. അവൻ, ഹി അവൻ. ഹിം, അവനെ. അവൻ. ദേ, അവർ. അവർ. ദം, ദം അവരെ. അവരെ. ഓക്കെ, അപ്പോ സബ്ജക്റ്റും ഒബ്ജക്റ്റും കിട്ടിട്ടോ. ഇനി കുറച്ച് ഇതില് മിസ്സിങ്സ് ഉണ്ട്. എന്താണെന്നറിയോ? എനിക്ക് വേണം, എനിക്ക്, നിനക്ക്, നിന്റെ, അവന്റെ, അവളുടെ,
ഇതൊക്കെ വേണം. നമ്മുടെ അല്ലെ, ഇതൊക്കെ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് എന്ന് പറയാൻ അത് എന്റെ വേലയാണ്, അതെനിക്ക് തരണം. പിന്നെ അത് അവന്റെയാണ്, അവന്റെ കാറാണ്. ഇവിടേക്ക് യൂസ് ചെയ്യുന്നത് ഇതല്ലല്ലോ അല്ലേ. അതെന്റെ വേലയാണ്. മൈ പെൻ, മൈ, എന്റെ, മൈ ഓർ മൈ, എന്റെയാണ്. ഇതല്ല എന്റെയാണ് കേട്ടോ, എന്റെ. ഇനി അവേഴ്സ് ഓർ അവേഴ്സ്, നമ്മുടെയാണ്. അവർ ഓർ അവേഴ്സ്, നമ്മുടെയാണ്, നമ്മുടെ. അത് നമ്മുടെ വണ്ടിയാണെന്ന് പറയില്ലേ, ഇത് നമ്മുടെ വണ്ടിയാണ്. That's our car, അല്ലെ, that's our vehicle, നമ്മുടെ വണ്ടിയാണ്. ഇനി നിന്റെ, അത് നിന്റെ പേനയാണ്. It's your pen. It's your pen. അല്ല, അത് അവളുടെ പേനയാണ്. It's her pen. അവളുടെ, her തന്നെയാണ് കേട്ടോ വരാം. It's her pen. ഇനി അത് അവന്റെ പേനയാണ്. No, it's his pen. His. ഇത് അവരുടെയാണ്, ഇത് അവരുടെയാണ്. എങ്ങനെ പറയാ? There. Yeah, they are. Okay, ഇത്ര കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇറ്റ് ഉണ്ട് പറഞ്ഞ, ഇറ്റ്, ഇത്, അത് എന്നൊക്കെ പറയുന്നത് ഇറ്റ്. ഇറ്റിനെ ഇറ്റ് തന്നെ ഒബ്ജക്റ്റീവ്സ് പറയാറുണ്ട് അല്ലെ. ഇനി ഇത് അതിന്റെ ആണെങ്കിൽ ഇറ്റ്സ് പറയും. ഇറ്റ് ഈസ്, അത് പറഞ്ഞാലും കുഴപ്പമില്ല, അറിയാവുന്ന കാര്യമാണ്. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇതാണ് എന്താ പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ പ്രോണൗൺ സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും പൊസസീവ് ആയിട്ടൊക്കെ വരും. ഓക്കെ, അതുപോലെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടും സെക്കൻഡ് പേഴ്സൺ ആയിട്ടും തേർഡ് പേഴ്സൺ ആയിട്ട് വരും. ഇപ്പൊ പറഞ്ഞ എല്ലാ വേർഡ്സിലും ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. അതെല്ലാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി. അതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണോ? ഫസ്റ്റ് പേഴ്സൺ ഏതാണ്, സെക്കൻഡ് പേഴ്സൺ ഏതാണ്, തേർഡ് പേഴ്സൺ ഏതാണ്, സെപ്പറേറ്റ് ആയിട്ട് എഴുതണോ വേണ്ടയോ? അല്ലെങ്കിൽ മനസ്സിലായോ? ഇതാണ് ഒപ്പീനിയൻ പറയും. പറയൂ, എഴുതണോ വേണ്ട? Okay. Then next സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും വരുന്നത് പറഞ്ഞു. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ വി ഒക്കെ ആണ്. ഐ വി ഷീ അല്ല യു ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരും. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മീ, അസ്, യു, ഹിം, ഹർ ഇതൊക്കെ ഒബ്ജക്റ്റ് ആയിട്ട് വരും. പോസിറ്റീവ് ആയിട്ട് വരുന്നത് മീ, മൈ, അവർ, ഹർ, ഹിസ്, their. ഓക്കെ, ഇതൊക്കെയാണ് ഒബ്ജക്റ്റ് പോസിറ്റീവ് ആയിട്ട് വരാം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ എന്താണ് പേഴ്സണൽ പ്രോണൗൺ മനസ്സിലായല്ലോ? മനസ്സിലായോ? അതിന്റെ കാര്യം മനസ്സിലായല്ലോ? ഇതാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ക്ലാസിന്റെ കൂടെ നിങ്ങൾ ടെക്സ്റ്റ് കൂടെ വായിക്കാം കേട്ടോ, അപ്പൊ മനസ്സിലാവും. പിന്നെ ഇറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ ലൈഫ്ലെസ് തിങ്സിനെയാണ് നമ്മൾ ചെയ്യാം. അതായത് അല്ലെ, നമ്മൾ ഇറ്റ് വെച്ചിട്ട് കാര്യം പറയുന്നത് അനിമൽസ് ഒക്കെ ആകാം അല്ലെ. അതൊരു പൂച്ചയാണ്, ഇറ്റ്സ് എ ക്യാറ്റ്, ഇറ്റ്സ് എ ക്യാറ്റ്, അതൊരു പൂച്ചയാണ്, ഇറ്റ്സ് എ ക്യാറ്റ്, ഇറ്റ്സ് എ ഡോഗ്. അല്ലാതെ ഒരു മനുഷ്യന് നമ്മൾ ഇറ്റ് ഈസ് ഹി എന്ന് പറയും അല്ലെ. നമ്മൾ നേരത്തെ നൗണിൽ പഠിച്ച പോലെ ജെൻഡേഴ്സ് പഠിച്ചില്ലേ അല്ലെ, മെയിൽ ഫീമെയിൽ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഹി ഓർ ഷീ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അഥവാ മൃഗങ്ങളാണ്, അനിമൽസ് ആണ്, തിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യും.
നൗൺ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാലോ, എവിടേക്കാണ് ഇറ്റ് യൂസ് ചെയ്യേണ്ടത് അറിയാലോ. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് മനസ്സിലായത് വെച്ചത് ക്ലാസ്സിൽ പറഞ്ഞാൽ ക്ലാസ്സിലെ പ്രസന്റ് ചെയ്യും. ഓക്കെ. അങ്ങനെ പ്രസന്റ് ചെയ്യാം. എന്താണോ മനസ്സിലായത് നിങ്ങൾ ക്ലാസ്സിൽ പറയൂ, പ്രസന്റ് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ നിങ്ങള്? ഉണ്ട് മാം. പറയൂ എന്നാലേ. ഇതാണ് മനസ്സിലായത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണിലേക്ക് പറയുന്നത് പേഴ്സണൽ പ്രോനൗൺസ്. ഐ, യു, ഷീ, their. Personal pronouns are used to refer back to someone or something that has already been mentioned. അങ്ങനെ വ്യക്തികളെയോ അങ്ങനെ വ്യക്തികളെയോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒന്നാണ് പേഴ്സണൽ പ്രോണൗൺ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആള് മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോണൗൺസ് ആണ് യൂസ് ചെയ്യാറ് അല്ലെ. അതിപ്പോ ആരെ കുറിച്ചും ആവാട്ടോ. ഒരു മൃഗത്തെ കുറിച്ചാണെങ്കിൽ പോലും ആ മൃഗത്തെ നമ്മള് പ്രോണൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ക്യാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാറ്റ്, cat is beautiful. It looks like egg. It looks like say nice cat. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ആണ് അവിടെ അല്ലെ. അപ്പൊ ക്യാറ്റിന് വേണ്ടി നമ്മൾ ഏത് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ എന്തിനെ കുറിച്ചും ആകാം കേട്ടോ. ആവാം, അനിമൽസ് ആകാം, ഇതിനെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ നമ്മള് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺസിനെയാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നിത്യ പറഞ്ഞോളൂ. മലയാളത്തിലാണോ? പറയൂ. Personal pronouns are used to refer back to someone or something that has been mentioned. ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ ആനിമൽസിനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പേഴ്സണൽ പ്രോനൗൺസ്. ഐ, വി, യു, ഷീ, ഹി, ഇറ്റ്, ദേ ഇവയൊക്കെ. പിന്നെ ഇതിന്റെ ബാക്കി എന്താ പറയണ്ടേ? സബ്ജക്റ്റോ അതൊക്കെയാണോ? സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പ്രോണൗൺസ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ, ഒബ്ജക്റ്റ് അല്ല സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഐ, വി, ഒബ്ജക്റ്റ് ആയിട്ട് അസ്, യു, ഹിം, ഹെർ അതൊക്കെ. ശരിയല്ലേ മാം? പിന്നെ ഇതിലെന്താ ബാക്കിയുള്ളത്? ഇത് രണ്ടും അല്ലേ ഇപ്പൊ പറഞ്ഞത്? എക്സാമ്പിൾസ് ഒന്ന് പറയാമോ? സബ്ജക്റ്റീവ് പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പ്രോണൗൺ വെച്ചിട്ട് എക്സാമ്പിൾ സെന്റൻസ് ആയിട്ടോ? ഇപ്പൊ സബ്ജക്റ്റിൽ ഇപ്പം ഐ ആം എ ഗേൾ, പിന്നെ വി ആർ ഫ്രണ്ട്സ്, പിന്നെ ഒബ്ജക്റ്റില് യു ആർ വെരി ബ്യൂട്ടിഫുൾ, ഹെർ കാറ്റ് ഈസ് വെരി നോട്ടി ഒബ്ജക്റ്റിൽ വന്നത്. ഹെർ, പിന്നെ വിയും അതിൽ പറയണ്ടേ മാം? അപ്പൊ ഐയും വിയും ഞാൻ പറഞ്ഞു. പിന്നെ ഒബ്ജക്റ്റില് യു ഊട്ടി പറഞ്ഞില്ലേ, യു ആർ വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഹിസ് കാറ്റ് ഈസ് വെരി നോട്ടി. പിന്നെ they are
ദേ അതിൽ പറയില്ലേ ഒബ്ജക്റ്റില് യാ പറയാം. ദേ ആർ ഗോയിങ് ഫോർ എ വാക്ക്. മതിയോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നെക്സ്റ്റ് ആരാ പറയാ? എല്ലാവരും പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. കേട്ടിരുന്ന മാത്രം പോരാട്ടോ. ഓക്കെ, നിങ്ങളും ടീച്ചേഴ്സ് ആണ്, ക്ലാസ് എടുക്കേണ്ടതാണ്. അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് ചെയ്ത് പോവാം നമുക്ക്. നെക്സ്റ്റ് ആരാ പറയാ? മാം എനിക്ക് മനസ്സിലായത് മാത്രം ഞാൻ പറയാം. ആ മാം പ്രനൗണിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രനൗൺ എന്ന് പറഞ്ഞാൽ നൗണിൻ്റെ റിപ്പീറ്റേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അതിൽ 9 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് വൺ ആണ് പറഞ്ഞത് പേഴ്സണൽ പ്രനൗൺ. അതിൻ്റെ എക്സാമ്പിൾ ഐ, മീ, വി, യു, ഹെയർ, ഹി, ഹിസ്, ഹിം, അവർ, മൈ, യുവർ, ഇറ്റ്. ഇതെല്ലാം ആ പേഴ്സണൽ പ്രനൗണിൽ വരും. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് സബ്ജക്ട് പ്രനൗണും ഒബ്ജക്ട് പ്രനൗണും പറയാം. ഐ ഗീവ് എ പെൻ ടു ഹെയർ എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്നത് സബ്ജക്ട് പ്രനൗണും ഹെയർ എന്ന് പറയുന്നത് ഒബ്ജക്ട് പ്രനൗണാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ബാക്കി എല്ലാ എക്സാമും എഴുതുന്നതായിരിക്കും. എനിക്ക് അത്രേ മനസ്സിലായിട്ടുള്ളൂ. താങ്ക് യു. അതേതാണ് മാം? എന്ത് മാം? കഴിഞ്ഞ ക്ലാസ്സില് ഇംഗ്ലീഷ് ക്ലാസ്സില് എന്തോ സർട്ടിഫിക്കറ്റ് മിസ്സായെന്ന് വന്നിട്ട് പറഞ്ഞില്ല. ആണോ? സർട്ടിഫിക്കറ്റ് ആണോ? എന്തിനോ വേണ്ടി മാം കുറച്ച് ഫ്രണ്ടിലേക്ക് ഇരുന്ന് പറയോ? കേൾക്കുന്നില്ല. ആദ്യം വിട്ടാണ് കേൾക്കുന്നത്. മാമിന്റെ സൗണ്ട് എപ്പോഴും കുറച്ച് ലോങ് ഡിസ്റ്റൻസിലുള്ള പോലെയാണ് നമുക്ക് റീച്ച് ആവുന്നത്. ആണോ? കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാവുന്നതാണ്. ഞാൻ പറയാട്ടോ, അത് ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയാ ക്ലാസ്സില്? പ്രസന്റ് ചെയ്യൂ. അമ്പിളി. അയ്യോ, പറയൂ, എന്താണ് മനസ്സിലായത്? അത് മാത്രം പറഞ്ഞു. അമ്പിളി പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. അമ്പിളി അൺമ്യൂട്ടാണ്, പക്ഷെ കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആരാ? എനിക്ക് ഇംഗ്ലീഷിൽ ഒരു പരിജ്ഞാനമില്ല. എനിക്ക് ഇംഗ്ലീഷിൽ ഒരു പരിജ്ഞാനമില്ല എനിക്ക്. പക്ഷെ എനിക്ക് എന്താണോ മനസ്സിലായത് അത് മാത്രം പറയാം. ഒരാളുടെ ഒരു വസ്തുവിന്റെ ഒക്കെ പേര് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്ന നൗണിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ ആർ 9 kinds of pronoun. പേഴ്സണൽ പ്രോണൗൺ, ഐ, വി, യു, എംപാറ്റിക് പ്രോണൗൺ അല്ലേ? റിഫ്ലെക്സീവ് പ്രോണൗൺ, എംപാറ്റിക്. റിഫ്ലെക്സീവ് പ്രോണൗൺ, ഇൻഡെഫിനിറ്റീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്നാ നെക്സ്റ്റ്. ഡെമോൺസ്ട്രേറ്റീവ് 6. പിന്നെ ഇന്ററോഗേറ്റീവ് എന്നാ ഇന്ററോഗേറ്റീവ് പ്രോണൗൺ. റിലേറ്റീവ് പ്രോണൗൺ ആൻഡ് ദെൻ റെസിപ്രോക്കൽ പ്രോണൗൺ. റെസിപ്രോക്കൽ എന്നാണോ റെസിപ്രോസൽ എന്നാണോ? പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോ പിന്നെ എന്താണ്
someone or something that has already been mentioned. The personal pronoun divided into subject pronoun, object pronoun, possessive pronoun. Person, first person, second person, and third person ഉണ്ടല്ലേ അതില് പേഴ്സണൽ പ്രോണൗണില്. അതെ, സബ്ജക്ട് പ്രോണൗണിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ആം നസീമ, ആം ഫ്രം മഞ്ചേരി, അത് സബ്ജക്റ്റിൽ വരില്ലേ. പിന്നെ ടീച്ചർ ഇൻവൈറ്റ് മീ എന്നൊക്കെ ആണെങ്കിൽ ഒബ്ജക്റ്റിൽ വരും. പിന്നെ പൊസസീവ് പ്രോണൗൺ അല്ലേ പിന്നെ ഉള്ളത്. മൈ ഫാദർ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പൊസസീവ് പ്രോണൗണിൽ വരും. ഓക്കെ. പിന്നെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു വെച്ചിട്ട് പറയുന്നത് അല്ലേ. തേർഡ് പേഴ്സൺ ഷീറ്റ് ദേ, ഷീസ് എ എന്താ പറയാ, ഷീസ് എ ഗേൾ എന്നോ, അവളൊരു പെൺകുട്ടിയാണ്. ദേ ആർ പ്ലേയിങ് ഗ്രൗണ്ട് ഒക്കെ പറ്റുമോ? എന്തായാലും ബാക്കിയുള്ളവര് പറഞ്ഞോട്ടെ, എനിക്കൊന്നും അറിയില്ല. എന്നാലും കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഞാൻ പറയുമ്പോ ആകെ ഒന്നും കേട്ടില്ല. നിങ്ങൾ കേട്ടിരുന്നോ ഞാൻ പറയണത്? തുടങ്ങിയപ്പോഴേക്കും എന്തോ കണക്ഷൻ പ്രോബ്ലം ആയി. ഞാന് എന്റെ കയ്യില് ടെക്സ്റ്റ് ഒന്നും ഇല്ല ടീച്ചറെ. ഞാന് ഇവിടെ ഇല്ല, നാട്ടിലില്ല, പുറത്താണ്. ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാ മതിയോ? ഓക്കെ. നെക്സ്റ്റ് ആരാ? സാബിറ, പറയൂ. പേര് വിളിക്കാതെ തന്നെ ഞാൻ പറയാൻ മിസ്റ്റേക്ക് പറഞ്ഞു. അത് ടെൻഷൻ കാരണ മാഡം വരാത്ത. എന്റെ മകൾ കരയണുണ്ട്. എന്നാലും ഞാൻ പറയാട്ടോ, ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി. അവൻ നല്ല കരച്ചിലാണ്. പ്രോണൗൺ എന്ന് പറഞ്ഞ വേർഡ് യൂസ് പിന്നെ. ഹലോ, അറിയുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ പറയാം മാം. ഓക്കെ. നമ്മൾ പ്രോനൗണിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോനൗൺ എന്ന് പറയുന്നത് പേരിന് പകരം റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രോനൗണ്. ഉദാഹരണം ഷീ, ഹി എന്നിവയൊക്കെ. പ്രോനൗണിനെ നമുക്ക് ഒമ്പത് ഇതായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്താണ് പേഴ്സണൽ പ്രോനൗണ്. പേഴ്സണൽ പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു സംവൺ ഓർ സംതിങ്. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ നമ്മൾ അതിനിതാക്കാം. അതിൽ ഫസ്റ്റ് പേഴ്സണിൽ ഐ, വി എന്നൊക്കെ വരും. സെക്കൻഡ് പേഴ്സണിൽ യു, തേർഡ് പേഴ്സണിൽ ഇറ്റ്, ദേ, ഷീ, ഹി ഒക്കെ വരും. അതേപോലെ തന്നെ ഈ പേഴ്സണൽ പ്രോനൗണിനെ നമുക്ക് സബ്ജക്ട് പ്രോനൗണ്, ഒബ്ജക്ട് പ്രോനൗണ്, പൊസസീവ് പ്രോനൗണ് ഒക്കെ ഡിവൈഡ് ചെയ്യാം. അതിൽ സബ്ജക്ട് പ്രോനൗണിൽ ഫസ്റ്റ് പേഴ്സൺ ഐ വരും. അതിന്റെ പ്ലൂറലാണ് വി. അതായത് ഐ വരുമ്പോ അതിന് ഉദാഹരണം ഐ ആം എ ബോയ്. വി വരുമ്പോ വി പ്ലേയിങ് ക്രിക്കറ്റ്. ഒബ്ജക്റ്റിൽ വരുമ്പോ മീ, ഫസ്റ്റ് പേഴ്സൺ സിംഗിളില് മീ വരും. പിന്നെ പ്ലൂറൽ അതിന്റെ അസ് വരും. അതായത് അമ്മു റെസ്പെക്ട് മീ, അതിനൊരു ഉദാഹരണമാണ്. പൊസസീവ് പ്രോനൗണില് മൈന് വരും. അതിന്റെ പ്ലൂറലാണ് അവർ, അവേഴ്സ്. അതായത് അതിനൊരു ഉദാഹരണം രാമു ഈസ് മൈ സൺ, അങ്ങനെ വരും. നെക്സ്റ്റ് ആരാ? ഞാൻ പറയാം മാം. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ എ വേർഡ് യൂസ്ഡ് ഇൻ എ പ്ലേസ് ഓർ നൗൺ ഈസ് കോൾഡ് പ്രോണൗൺ. അതായത് നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോണൗൺ. ഉദാഹരണം ഹി, ഷീ എന്നൊക്കെ പറയുന്നത്. 10 ടൈപ്പ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അത് പറയണോ മാഡം? ആ 10 പറയണോ? 9 ഉള്ളൂ. 10 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ മുന്നേ എഴുതി വെച്ച നോട്ടാട്ടോ മാഡം. അതില് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന്റെ സബ്ജക്റ്റായി ഒരു പ്രോണൗണിന്റെ ചോദ്യത്തിൽ സബ്ജക്റ്റായി വരുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ, അതായത് 3 പേഴ്സൺസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐയും വിയും ആണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ എന്ന് പറയുന്നത്. അതൊരു 1, 2, 3 എന്നുള്ള ഒരു ഫോർമാറ്റില്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ മാഡം. എന്റെ കുഞ്ഞു വീണ്ടും കരയിലടങ്ങി.
ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ക്ലാസ്സില് ഇങ്ങനെ ഓരോന്ന് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. ഇതെന്നല്ല, അത് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു ടെൻഷനൊക്കെ മാറണം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? എല്ലാവരോടും കൂടിയാ പറയുന്നത്. ഉണ്ട് മാം, കേൾക്കുന്നുണ്ട്. അപ്പൊ ഇല്ല സൈലന്റ് ആണെങ്കിൽ ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. എന്തും ക്ലാസ്സിൽ ഓപ്പൺ ആയിട്ട് പറയാം, സംസാരിക്കാം, കൂട്ടായിട്ടിരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം, എന്തും ചെയ്യാലോ. പിന്നെന്താ? ഓക്കെ, ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ പോണട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാണ്. ഓക്കെ, ഒന്നും മറക്കരുത്. ഇല്ല. പ്രഭിത പറയൂ. മിസ് പറയട്ടെ. Pronoun എന്ന് പറയുന്നത് a pronoun is a word that replaces a noun or phrase in a sentence. അതായത് നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് pronoun. അപ്പോ പ്രൊണൗണില് ഞാനായിട്ടാണ് ക്ലാസിഫൈഡ് ചെയ്തത്. ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ പ്രൊണൗൺസ്, IVU. Personal pronouns are words that replace noun referring to people or things. They indicate a grammatical person. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ അതിനെ പേഴ്സണൽ പ്രൊണൗൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സബ്ജക്ട് പ്രൊണൗൺസ്, ഒബ്ജക്ട് പ്രൊണൗൺസ്, അങ്ങനെയല്ല. ഇപ്പോൾ സബ്ജക്ട് പ്രൊണൗൺസിൽ വരുന്നത്, സബ്ജക്ട് പ്രൊണൗൺ എന്ന് പറയുന്നത് ബിഫോർ ദ വേർബ് ആയിരിക്കും. അതായത് എക്സാമ്പിൾ, ഐ വർക്ക് ഇൻ ആൻ ഓഫീസ്, അത് സബ്ജക്ട് പ്രൊണൗൺ. അപ്പൊ അതിന്റെ ഒബ്ജക്ട് പ്രൊണൗൺ ഒന്ന് വരുമ്പം എന്താണ്, ഷീ കോൾസ് മീ എവരി ഡേ, അതായത് ആഫ്റ്റർ ദ വെർബ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രിപ്പോസിഷൻ വരുന്നത്. പിന്നെ സബ്ജക്ട് പ്രൊണൗൺസിൽ വരുന്നത് യു ആർ ഫണ്ണി, ഷി വാസ് 2 daughters. ഇതെല്ലാം സബ്ജക്ട് പ്രൊണൗൺസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഒബ്ജക്ട് പ്രൊണൗൺസിൽ ഐ ലൈക്ക് യു ലോട്ട്, ഐ സീ ഹെർ എവരി ഡേ. ഇതെല്ലാം ഒബ്ജക്ട് പ്രൊണൗൺസിൽ വരുന്നതാണ്. അതായത് ആഫ്റ്റർ ദ വെർബ്. ഇങ്ങനെ പിന്നെ പൊസസീവ്, അതൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഓക്കെ, ഈ പോസസീവ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ആണ്. എന്റെ, നിന്റെ, അവന്റെ. ഒരു കാര്യം എന്റെയാണ്, നിന്റെയാണ്, അവന്റെ ആണെന്നൊക്കെ പറയുന്നത് ആ ഓണർഷിപ്പിനെയാണ് പോസസീവ്, അതിനെയാണ് നമ്മൾ പോസസീവ് പ്രൊണൗൺ എന്ന് പറയുന്നത്. പൊതുവെ പോസസീവ് എന്താണ്? പൊതുവെ പോസസീവ് എന്നുള്ള വാക്ക് എന്താണ് നമ്മൾ മീൻ ചെയ്യാം? ഈഗോ ആണോ? ഈഗോ എന്ന് പറയണ്ട, എന്നാലും പോസസീവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം അസൂയ. അതായത് ഒരു കാര്യം അത് എന്റെയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻജോയ് എന്നൊരു വാക്കല്ലേ? എന്തോ സെൽഫിഷ് ആയിട്ടുള്ളത്. സെൽഫിഷാണ് ഒന്നും പറയാം, എന്തെങ്കിലുമൊക്കെ പറയാം. അതൊരു പൊസസീവ് ആണ് ശരിക്കും. അത് അങ്ങനെയാണ് അതിനെ പൊസസീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് കേട്ടോ. എന്റെ, നിന്റെ, അവന്റെ, അവളുടെ ഓണർഷിപ്പ് ആണെന്നും പറയാം. ഓക്കെ, അപ്പൊ അതാണ് പൊസസീവ് പ്രൊണൗൺ. ഇത്രയും മനസ്സിലാക്കാം. പൊസസീവിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അതാണ് പൊസസീവ് പ്രൊണൗൺ കേട്ടോ. എന്റെ, നിന്റെ, അവന്റെ, അവളുടെ. അപ്പൊ എന്റെ എന്ന് പറയുമ്പോൾ മൈ, യുവർ, ഹിസ്, ഹർ, ദെയർ, ഇതൊക്കെ പറയുന്നത് ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പോ ഇതാണ് പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സ്പീഡിൽ പോകുന്നില്ല കേട്ടോ, പതുക്കെയാണ് പോകുന്നത്. എല്ലാം ക്ലിയർ ആണ്, മനസ്സിലാക്കി ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ ടോപ്പിക്കിലേക്ക് പോവാ. ക്ലിയർ ആണല്ലോ? ക്ലാസ് ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഉണ്ട്. ആണെങ്കിലും മനസ്സിലാവുന്നില്ല, സ്പീഡ് കൊടുക്കണ്ട്. എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും എന്നോട് നേരിട്ട് പറയാട്ടോ. മിസ്സിനോട് അത് പറയുമ്പോൾ മിസ് എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുക. അപ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്നോട് പറയാം. ഓക്കെ? ഓക്കെ, പിന്നെന്താണ്? നിങ്ങൾ വേറൊന്നും സംസാരിക്കില്ലേ? നിങ്ങൾ ഇതിനോട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണോ? സീരിയസ് ആണോ നിങ്ങള്? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തൊന്നും പറയാത്തേ? നീനൊക്കെ ചുമ്മാ പറയില്ലേ? ഇത് ചിലപ്പോ എല്ലാവർക്കും ഈ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഒക്കെ അല്ലേ മിസ്സേ, പറയുമ്പോ തെറ്റിപ്പോകുന്നൊക്കെ ഉള്ള ആ ഒരു ഇതുകൊണ്ട് എല്ലാരും പറയാത്തതാ. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റ് വരുന്നേ. എല്ലാരും പെർഫെക്റ്റ് ആണോ? ഇപ്പൊ എനിക്ക് എന്തെല്ലാം തെറ്റൊക്കെ വരുന്നുണ്ടെന്ന് ആർക്കറിയാം? വരുന്നുണ്ടോ? ഓക്കെ, തെറ്റ് പറ്റൂട്ടോ. ആരും പെർഫെക്റ്റ് അല്ല, അത് മനസ്സിലാക്കുക. തെറ്റിലൂടെ മാത്രമേ പഠിക്കൂ. നിങ്ങൾ എല്ലാരും എന്നെ കണ്ടില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റായിരിക്കും.
എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്. തെറ്റ് പറയും എന്തായാലും. ഞാൻ അങ്ങനെ തന്നെ ലൂയിസ, എനിക്കൊന്നും അറിയില്ല, എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നു. പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയും. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന കാര്യം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നാം എന്ന് പറയോ അതിനെ കുറിച്ച്? നിങ്ങളിപ്പോ പേഴ്സണൽ പ്രോണൗണിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തോന്നിയത്? അപ്പൊ പറഞ്ഞ ശേഷം മനസ്സിലായ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ പറയാൻ പറഞ്ഞോണ്ടല്ലേ നമ്മൾ അത്രയും മനസ്സിലാക്കിയ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് മനസ്സിൽ തന്നെ ഇരിക്കും. ഇപ്പൊ മിസ് അത് ഒന്ന് പറയൂന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഈ പഠിപ്പിച്ച അതേ സമയത്ത് തന്നെ പറയണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞത് മറന്നു പോവുള്ളൂ. തന്നെ പറയുമ്പോ ഒന്നുകൂടി പഠിക്കാൻ പറ്റും. അതാണ് നമ്മള് ഒരാള് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, കേട്ടാൽ മാത്രം പോരാ, അത് നമ്മള് പറഞ്ഞുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും, ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾ വേറെ ആർക്കെങ്കിലും പോയി എടുത്ത് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ പറയുന്നേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾ വേറെ ആൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാകാം. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടല്ലേ. ഒരിക്കലും മനസ്സിലാവാത്ത ഒരാൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ശരിയല്ലേ? അപ്പൊ ഓരോരുത്തരും പറയുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായതാണ്. ഹലോ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് എന്താ അറിയില്ല. എനിക്കിന്ന് ക്ലാസ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അത് ഇത് എല്ലാവർക്കും അങ്ങനെയാണോ അതോ എന്റെ ഇതിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല, ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ. അതെ അതെ, മാമിന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്ന പോലെ തന്നെയാണ് കേൾക്കുന്നത്. ആണോ? ഇനിയിപ്പോ ഞാൻ കേരളത്തിലല്ല, ബാംഗ്ലൂരാണ്. അപ്പൊ ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ എന്താണെന്ന് ക്ലിയർ ആണല്ലേ? ഞാൻ മലപ്പുറത്താണ്. ക്ലിയർ അല്ല തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഞങ്ങൾക്ക് ക്ലിയർ ആണ്. അങ്ങനെ തോന്നി. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. മൃദുലയ്ക്ക് മാത്രമേ പ്രോബ്ലം ഉള്ളൂ, ബാക്കി ക്ലിയർ ആണ്. ഓക്കെ മൃദുല, ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിഷു സെലിബ്രേഷൻ ചെയ്തപ്പോ എല്ലാവരും പാട്ട് പഠിച്ചു. ആർക്കും പാട്ടറിയാത്തവരായിരുന്നു കുറെ പേരുണ്ടായിരുന്നു. അറിയില്ല, ഒട്ടും പാട്ടറിയാത്ത എന്റെ മാം അത് ഇപ്പോഴും ഓർത്തിരിക്കുന്നുള്ളേ. എനിക്ക് പാട്ട് അറിയില്ല എന്നാണ് മാം ഞാൻ ഉദ്ദേശിച്ചത്. അറിയില്ലെന്നാണ് ഉദ്ദേശിച്ചത്? ഇല്ല, മാം പറഞ്ഞല്ലോ ഇനി അറിയില്ല എന്നാരും പറയണ്ട, അറിയാന്ന് പറഞ്ഞിട്ടങ്ങ് പാടുന്നതാണ്. എനിക്ക് ഒട്ടും അറിയില്ല. അല്ല മാം, മൃദുല പറഞ്ഞത് വെച്ച് എല്ലാവരും വിചാരിച്ചു നെക്സ്റ്റ് ക്ലാസ്സിൽ പാടുന്നു. വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി, സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുവാണെന്നാണല്ലോ മൃദുല എന്ന് പറഞ്ഞേ. അപ്പൊ ആ ഒരു മൂഡിലാണ്. അപ്പൊ എല്ലാരും വിചാരിച്ചു നെക്സ്റ്റ് ഞാൻ എന്തേലും ഇല്ല അന്ന് ഞാൻ പുറത്തായിരുന്ന സത്യാണ്. അല്ല എനിക്ക് പാടാൻ അറിയില്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ. അയ്യോ വേണ്ട, എനിക്ക് പാട്ട് പാടുമ്പോ ഭയങ്കര വിറയലുള്ള ആളാണ്. എനിക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്. അങ്ങനത്തെ ദിവസം എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും മാറിയത് അല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ മൃദുല മാത്രമേ ഉള്ളൂ പാടാൻ. നമ്മള് പാടിക്കോളൂ. പോയോ? പാടുന്നുണ്ടോ? മാം എനിക്ക് പേടിയാണ് മാം. എന്തിനാ പേടിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പേടിച്ചവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതെ, മിസ് വരെ ക്യാമറ ഓഫ് ആക്കിയിട്ട് പാടി, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഞാൻ പറയുകയാണ്. ഇതിനാ പാടും. ശരി, ഞാൻ പാടാം. ഒരു കവിതയാണ്, എനിക്കതേ അറിയൂ. ഓക്കെ. ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലോ അതെല്ലാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി,
അയ്യോ പോയിക്കൂടെ കളിപ്പാൻ, അയ്യോ വയ്യേ എനിക്കു പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി ഒരു മാർഗമില്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ നീ, പിച്ച നടന്നു കളിപ്പൂ നീ, ഈ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ, നാം ഇന്നറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. അത്രേ ഉള്ളൂ മാം. ഓക്കെ മൃദുല, ഇപ്പൊ എങ്ങനെയുണ്ട്? വേറെ ഏതൊക്കെ മാറിയോ? ഇല്ല മാം, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് കുട്ടികളുടെ അടുത്തും സംസാരിക്കുമ്പോഴും ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്തെങ്കിലും കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം നിറയും, എനിക്ക് പേടി വരും, എൻ്റെ മുട്ട എന്താണെന്നറിയില്ല. ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ട് ഞാൻ ഭയങ്കര ബോൾഡായ ആളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്കത് കോഴ്സ് കൊണ്ട് മാറ്റാം. ഓക്കെ ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പാടിട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, യാ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു all. See you on the next class. Okay, bye. താങ്ക് യു മാം.